ഏട്ട മീനെല്ലാം പ്രസവിച്ച് കവറിലോട്ട് ഇട്ടപ്പോൾ തന്നെ പ്രസവിച്ചു. ഹലോ ഗീസ്, ഞാൻ വിഷ്ണുരാജ്. അപ്പം ഇന്ന് നമ്മൾ നേരെ ഫാമിലോട്ട് പോവാണ്. ഇന്നലെ മീൻ മേടിക്കാൻ പോയിട്ടൊന്നും കിട്ടിയില്ലല്ലോ. അപ്പം ഇന്ന് നമ്മൾ മീൻ മേടിച്ചോട്ടേ വരത്തുള്ളൂ അല്ലേ? അപ്പം ഇന്ന് മേടിക്കാനുള്ള പൈസയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ക്യാഷ് ഓൾറെഡി ഉണ്ടായിരുന്നു, ഇവനും കാശൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പം ഏകദേശം ഒരു 3-4 ജോഡി സാധനം മേടിക്കണം അല്ലേ? അപ്പം പള്ളിപ്പാട് മുട്ടം സ്കൂളിന്, മുട്ടം നടുവട്ടം സ്കൂളല്ലേ, നടുവട്ടം സ്കൂളിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ഫാം വരുന്നത്. അതായത് ഇരട്ടക്കുളങ്ങര അമ്പലത്തിന് നേരെ കിഴക്കോട്ട് പോകണം, അവിടെ ആയിട്ടാണ്. നമ്മളിന്ന് വഴിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നേരെ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. അപ്പം അങ്ങോട്ട് പോകാം ഗൈസ്. അപ്പം നന്നായിട്ട് ഇരട്ടിയിട്ടൊക്കെ ഉണ്ട്. വിഷ്വൽസിനൊക്കെ അധികം ക്വാളിറ്റിയും കാര്യങ്ങളും കാണത്തില്ല. എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. പകല് പോകേണ്ടതായിരുന്നു അല്ലേ? ഗൈസ്, അപ്പം ഇതാണ് ഹരിപ്പാടിന്റെ ബോർഡർ, അതായത് നെടുന്തറ എന്ന് പറയും. അതാണ് ഹരിപ്പാടിന്റെ ബോർഡർ. ഇത് കഴിഞ്ഞാൽ പിന്നെ പള്ളിപ്പാടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പള്ളിപ്പാട് റൂട്ടിൽ നിന്ന് നമ്മളിപ്പം വന്നിരിക്കുന്നത് കുരിക്കാട്ട് മുക്കിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുത്ത് അത് കഴിഞ്ഞ് ഇരട്ടക്കുളങ്ങര അമ്പലത്തിന് ഇവിടെ നിന്ന് നേരെ കിഴക്കോട്ട്, അതായത് നമ്മൾ ആ വഴി വരുമ്പോഴത്തേക്കും ലെഫ്റ്റ്. ഇതാണ് ഇരട്ടക്കുളങ്ങര അമ്പലം. എനിക്കറിയത്തില്ല ഇവിടെ നേരെ കിഴക്കോട്ട് വരുമ്പോഴത്തേക്കാന്നറിയാം. സത്യം പറഞ്ഞാൽ ഇപ്പോഴും വഴിയൊന്നും അറിയത്തില്ല. ഇവിടെ എവിടെയോ ആണ് അല്ലേ? അറിയാവോ? ആണോ? അങ്ങനെയാണ് ഇന്നലെ വേറെ വഴിയൊക്കെ കൊണ്ടിട്ട് കറക്കിയത്. കത്തുന്നുണ്ടോ ഗൈസ്? അപ്പൊ ഇന്നും നമുക്ക് വഴിയൊന്നും അറിയത്തില്ല. എന്തായാലും ഇന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ പിന്നോട്ട് മാറത്തുള്ളൂ. അപ്പം അവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അകത്തോട്ട് വരുമ്പോഴത്തേക്കാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്. ഇതാണ് SS അക്വാ ഫാം. അതാണ് ഈ തോടിന്റെ കേസിനാണ് അവൻ ഇന്നലെ കുറേ വഴികൾ പിടിച്ചത്. ഗൈസ്, അപ്പൊ ഈ കൊച്ചു വഴി കൂടാണ്, ഈ തോടും തപ്പിയാണ് ഇന്നലെ ഞങ്ങള് NDPC റോഡിന്റെ അവിടെയൊക്കെ കറങ്ങിയത്. ഒരു കൊച്ചു വഴി കൂടാണ് നമ്മൾ വരുന്നത്. മഴയൊന്നും ആയിട്ടില്ല, എന്നിട്ട് തന്നെ ഇവിടെ എല്ലാം വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. ഇനി മഴയാകുമ്പോൾ ഇവിടുത്തെ അവസ്ഥ വളരെ മോശമായിരിക്കാം. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ നേരെ തോട്ടി കിടക്കും കേട്ടോ. വരുന്നവരൊക്കെ സൂക്ഷിച്ച് വരിക. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഈ വീടാണ്. എൻ്റെ ഫ്രണ്ടിൽ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാണിച്ച്. ഓക്കെ, അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം ഗൈസ്. അപ്പം ഇതാണ് പുള്ളിയുടെ ഫാം. ഗപ്പിയില്ലേ? ഇതേതാ? അത് യെല്ലോ ടാക്സി. ഇതോ? അത് ബ്ലാക്ക് ഐ. ഏതാ? ബ്ലാക്ക് ഐ. ഇത് സെയിം തന്നെ അല്ലേ? ഇതോ? ഇതും അത് തന്നെ അല്ലേ? ഇതോ? ചെറിയ വ്യത്യാസമാണെങ്കിൽ അതല്ലാതെ തന്നെ വേറൊരു റൂമും കൂടെ ഉണ്ട്, നമുക്ക് അവിടെ പോയി കാണാം. സൗണ്ടൊക്കെ കിട്ടുന്നുണ്ടോന്ന് അറിയത്തില്ല കേട്ടോ. ഇതെല്ലാം ടാങ്കിലാണ് കേട്ടോ. സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പം നല്ല രീതിയിൽ ഞാൻ പിന്നെ വരാം, പകല് വരാം. നല്ല മീനാണ്. ഒരു ദിവസം പകല് വന്നിട്ട് നിങ്ങളെ കാണിക്കാം ഇല്ലടാ. ഇപ്പൊ ഒന്നും കാണാൻ പറ്റത്തില്ല, വെട്ടമില്ല. അവിടെ മാത്രമേ ഉള്ളൂ വെട്ടം. എന്തുവാ?
ഫൈറ്റർ ഫൈറ്ററോ ഇത് ഫൈറ്ററിന്റെ കുഞ്ഞ്. ആ കുഞ്ഞ് ഫൈറ്ററിന്റെ പിന്നെ ഇത് പ്ലാറ്റിനം അല്ലേ? സിൽവർ ആടാണ്. ഉം. ഇത് ഫുൾ റെഡ് ആണ്. മൂന്ന് മാസം എടുക്കുമോ? 3 മാസം ആകുമ്പോൾ ആ ഒരു സൈസ് ആകുമോ? അതാണോ ഫുൾ ബ്ലാക്ക്? ഏതാ? കോയി ബ്ലാക്ക് ഐ കോയി. ഇത് കുഞ്ഞുങ്ങളാണോ? അല്ല ഇത് നല്ല ഗപ്പി തന്നെയല്ലേ? ഉം. എനിക്കിതിന്റെ പേരും നാളൊന്നും അറിയത്തില്ല കേട്ടോ, അപ്പൊ ഞാൻ ഒന്നും പറയാത്ത. ഇതറിയാം, നമ്മുടെ ടെട്ര. പേരെന്ത് കേട്ടോ? ഈ ഒരു യെല്ലോ ടാക്സി. ടാക്സിയോ? എനിക്കിതിന്റെ പേരൊന്നും അറിയാം, വീട്ടിൽ വളർത്തുന്നുണ്ട് പക്ഷേ. അത് ഫീമെയിലാണോ? അപ്പൊ അത് വലുതോ? എന്നതോ? അത് മെയില. അത് മതിയോ? അത് മതി, അത് മതി. കാണാൻ ഭംഗി കാണാം. ഞാൻ മറ്റേ ഇതിൻ്റെ അകത്തിട്ടാ വളർത്തുന്നത്. അതുകൊണ്ട് ഒരെണ്ണം വിരിഞ്ഞു തന്നിട്ടുണ്ട്, കണ്ടത്. അതത് അതിന് ചെറുതായില്ലേ മെയിൽ വരുന്നല്ലേ? ഇത് ഒരുമിച്ചിട്ട് വളർത്തി കഴിഞ്ഞാൽ ക്രോസ് ആവുമോ? ക്രോസ് ആയി പോകും അല്ലേ? അതാണ് വിഷയം. ഏതാ? റെഡ് ലൈസ്. റെഡ് ലൈസോ? അപ്പൊ ഇത് പറഞ്ഞോ എടുത്തേക്ക്. ഇതിന്റെ മെയിലും ചെറുതായല്ലേ? ഇതിന്റെ മെയില് ചെറുതായല്ലേ? ആഹാ. എവിടെ? ഉയ്യോ, എന്തോ ലക്ക ദൈവമേ, എനിക്ക് മീൻ കിട്ടി ഗൈസ്. മീനെല്ലാം പ്രസവിച്ച്. അപ്പോൾ ദേട്ടെ, ഇത് ഞാൻ മേടിച്ചതാണ്. ഒരു 5 പേര് മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പേരെന്തോന്ന് ചോദിക്കരുത്, ഇച്ചിരി ബുദ്ധിമുട്ടാ. അമ്മ ഇത് ഇത് വേണ്ട. ഇത് ഇതിനോ ഇനി ബാക്കിയവരെ എന്ത് പറഞ്ഞറിയോ? ഇത് അങ്ങനെ ഞാനൊരു 5 പേര് സാധനം മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും പേരറിയത്തില്ല, പക്ഷേ ഒരു ലക്കുണ്ട് ഗൈസ്. ഇതാണ് സന്തോഷ വാർത്ത. ഏട്ട മീനെല്ലാം പ്രസവിച്ച്, കവറിലോട്ട് ഇട്ടപ്പോൾ തന്നെ പ്രസവിച്ചു. അയ്യോ, സന്തോഷം സന്തോഷം. എന്തായാലും നാളെ ഇതിൻ്റെ എല്ലാം ഇത് കാണിക്കാം കേട്ടോ. അപ്പം അത്രയൊക്കെയുള്ള വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.